ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ അതിനകത്തൊന്ന് വീഡിയോ എടുത്തേക്കാൻ നിർത്തി. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി ഉണ്ടാക്കുന്നത് നമ്മുടെ ചപ്പാത്തി ഞാൻ ഇന്നലെ കാണിച്ചില്ലായിരുന്നു വീഡിയോയിൽ, പരത്തുന്ന പോലെ തന്നെയാണ്. ഇന്നലെയല്ല, മിനിഞ്ഞാന്നത്തെ വീഡിയോയിലാണ് കാണിച്ചത്. അപ്പോൾ പരത്തുന്ന പോലെ തന്നെ പൊടിയിലാണ് പരത്തെടുത്തേക്കുന്നത്, എണ്ണയിലല്ല കേട്ടോ. എന്നിട്ട് ആദ്യം പരത്തിയത് ഇങ്ങനെ ഏറ്റവും മുകളിൽ വെച്ച് അടിക്കി തന്നെയാണ് ഇട്ടേക്കുന്നത്. ഡർത്തി ഒന്നും അല്ല ഇട്ടേക്കുന്നത്, അടുക്കി തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇനി ഇത് എണ്ണയിലിട്ട്, അപ്പം നിങ്ങൾ ഓർക്കും ഈ പൊടിക്കകത്ത് പരത്തിയത് കൊണ്ട് എണ്ണയിലിട്ടുണ്ടാക്കുമ്പം എണ്ണയ്ക്കകത്ത് പൊടി പിടിക്കുകയല്ല നിൽക്കും. ഒരിക്കലും ഇല്ല കേട്ടോ. ഞാൻ ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴും ഞാൻ കാണിച്ചാൽ ശകലം പോലും പൊടി പിടിക്കത്തില്ല. നമ്മൾ ആ പൊടി ഒന്ന് കുറച്ചും തട്ടിക്കളഞ്ഞ് വെച്ച് എടുത്താൽ മതി. പിന്നെ അത് മാവേലോട്ട് തന്നെ അത് പിടിച്ചോളും. ചപ്പാത്തിക്ക് ചെയ്യുന്ന അതേ രീതി തന്നെ. ഇതിൻ്റെ റൗണ്ട് ചെറുതാണെന്ന് മാത്രമേ ഉള്ളൂ. പൂരിക്ക് നമ്മൾ ഒത്തിരി വലുപ്പത്തിൽ പരത്തുകയല്ലോ, അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കിഴങ്ങ് കറി വെച്ചു. പിന്നെ പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ്. പൂരി ഉണ്ടാക്കാൻ കാണിച്ചു തരാം. അന്നേരം അതിൻ്റെ കൂടെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ, മറക്കരുത്. ഇപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് ചെയ്തേച്ച് മതിയെ, വീഡിയോ കണ്ടേച്ച് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തരും കേട്ടോ, മറക്കരുതേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ഇതെടുക്കട്ടെ, പറയാനായിട്ട് ഒന്നും കൂടെ വന്നതാണ്. പൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷമേ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരുമാതിരി ചിലത് കല്ലിച്ച് പോകും, ചിലത് ഒരുമാതിരി വാടിക്കിട്ടും. ഇതിപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയും, നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ ചിലർ പറയും ഓ ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്നതെന്ന് പറയും. ചിലതിങ്ങനെ മൊരിഞ്ഞങ്ങ് വല്ലാതിരിക്കും. അതെന്നാണെന്നറിയാവോ? നമ്മൾ നല്ലപോലെ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയെടുക്കാഞ്ഞിട്ടാണ് കേട്ടോ. ഇച്ചിരി എണ്ണയ്ക്കകത്തിട്ട് നമ്മളിങ്ങനെ പുരട്ടി എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരുമാതിരി മൊരുമൊരാന്നിരിക്കും. ഇത് കണ്ടോ, നല്ലപോലെ എണ്ണ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് വെച്ച് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ കണ്ടല്ലോ പപ്പടം പൊള്ളി കിട്ടും, നല്ല പൊള്ളി കിട്ടും, നല്ല സോഫ്റ്റും ആയിരിക്കും. ഒന്നും ഞാൻ എണ്ണയിലല്ല കേട്ടോ പരത്തിയെടുത്തേക്കുന്നത്, എല്ലാം പൊടിയിലാണ്. മേലേ മേലേ വാനം വാനം വേലേ മഞ്ഞിൻ കൂടാരം അതിലാരോ നിറദീപം ചാത്തി. മേലേ മേലേ വാനം വാനം വേലേ. എവിടെയെങ്കിലും ഒരു പാട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ അതിൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. പിന്നെ അത് തന്നെ ഇങ്ങനെ എപ്പോഴും 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 ഇതായിക്കൊണ്ടിരിക്കും. ഇന്നലെ മുഴുവനും നമ്മുടെ കുടുംബത്തിലെ ചേച്ചി പാടിയ അനുരാഗിണി ഇതാ നീയൻ, അത് തന്നെയായിരുന്നു. നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ പാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും അത് തന്നെ പാടിക്കൊണ്ടിരിക്കും. അനുരാഗിണി ഇതാ നീയൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാഗിണി ഇതാ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി നിന്റെ മുന്നിൽ അഭിലാഷ പൂർണിമേ. എത്ര രസമാണ് ഈ പാട്ടൊക്കെ കേൾക്കാനായിട്ടേ. അതിനകത്ത് ചേച്ചി ചോദിച്ചിട്ടുണ്ട് സിനിമയുടെ പേര് എനിക്ക് അറിയത്തില്ലായിരുന്നു. വേണുനാഗവള്ളി മാധവിയാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ കാര്യം എപ്പോഴും പാട്ട് ഇങ്ങനെ കാണുന്ന. റെഡിയാടാ, കഴിക്കാൻ തരട്ടെ എന്നാ നിനക്ക്? എല്ലാം ഇട്ടോ? നെയിം ബോർഡൊക്കെ എന്തി? അതും കൂടെ കുത്ത്. അച്ഛൻ എടുത്തിട്ട് ചെല്ല, അച്ഛൻ ചെയ്തു തരും. അതാ പറഞ്ഞേ, അച്ഛൻ ഇട്ട് തരും. ഞാൻ ഇവിടെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നിന്റെ
കണ്ണൻ ഇന്ന് SPCയുടെ യൂണിഫോമാണ്. അതിൻ്റെ ബട്ടനൊക്കെ ഇട്ട് ഡോറ് ചാരിട്ട് പോകും ഇടാനായിട്ട് വന്നാൽ ഇതിൻ്റെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നാൽ കരിഞ്ഞു പോകും. ഞാനിത് അതിലേക്ക് ശ്രദ്ധിക്കാൻ പോയത്. കണ്ണന് കഴിക്കാനുള്ളതെല്ലാം റെഡിയായേ. അവനെ വിട്ടേച്ചിനി ബാക്കി ഉണ്ടാക്കാമെന്നുള്ളൂ. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ഇത് സാധാരണ നമ്മൾ മസാല ചേർത്ത് വെക്കുന്ന കിഴങ്ങേറിയാണ്. സവാള ഉരുളൻകിഴങ്ങും എല്ലാം വേവിച്ച് പിന്നെ ഉപ്പിട്ട് വേവിച്ചേച്ച് കടുക് വറുത്ത് അതിലേക്ക് മസാല ഇട്ട് കിഴങ്ങ് അതിലേക്ക് ഇട്ടെടുക്കുന്നത് അങ്ങനത്തെ കറിയാണേ. ഏതാ ഇനി ഇടാനായിട്ടുള്ളത്? ഷൂനോ കൊട്ടിട്ടാണോ എടുത്തിടുന്നത്? സോക്സ് ഒക്കെ എന്തിയാടാ ഇറക്കാം? അമ്മയുടെ ചുമതലയോ? ഈ യൂണിഫോം ആരാ കഴുകിയിട്ടെ? എൻ്റെ നുണയാ, നുണ പറയില്ല കേട്ടോ. ഇത് ഞാനാ കഴുകി മടക്കി എടുത്ത് വെച്ചത്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം എങ്ങാണ്ട് കഴുകിയിട്ടുണ്ട്. ഇവർക്ക് ഇന്ന് എത്ര 2:30 വരെ ഉള്ളൂ സ്കൂൾ. അത് കഴിഞ്ഞ് ഇവർക്ക് അവിടെ നിൽക്കണം. SPCയുടെ പിള്ളേർക്ക് ഇല്ല, മെസ്സേജ് ഉണ്ടായിരുന്നു ടീച്ചറിൻ്റെ. എടുത്തല്ലോ. ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചപ്പാത്തി നമുക്ക് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിലേക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. കുറേ ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് തരാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് 4 എണ്ണം ഉള്ളൂ. ഇപ്പോൾ ഇന്ന് പൂരി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് മാവ് കൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതേ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ അച്ചു ചപ്പാത്തിയുടെ ആളാണ്. ഞാനങ്ങനെ 1 മാസത്തേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിലും ഒക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്പീഡപ്പ് ആക്കി ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അവർക്ക് ചോറും കറിയൊക്കെ വെച്ചിട്ടായിരിക്കും പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശനിയാഴ്ച ദിവസമൊക്കെ ഒന്ന് നമുക്ക് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ച് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാമെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ നമുക്ക് മാവ് കുഴച്ച് ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർക്കാണെങ്കിലും കഷ്ടപ്പെട്ടേച്ച് വന്നേച്ച് പിന്നെയും കിടന്ന് അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ട. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഉപകാരപ്പെടും. അപ്പം ഞാനിത് എങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അന്നേരം ചപ്പാത്തി നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചപ്പാത്തി ഇല്ലേ, പാക്കറ്റില്ലേ, അത് പക്ഷേ എനിക്കിഷ്ടമല്ല. അത് ഞാൻ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരുമാതിരി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചുവ പോലെ എനിക്ക് തോന്നാറുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ചേരുന്നതുകൊണ്ടായിരിക്കും. കാര്യം കടകളിലൊക്കെ എത്രയും ദിവസം സൂക്ഷിക്കുന്നതല്ലേ. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു കെമിക്കലും ഇല്ല, ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് നമ്മൾ ഇന്നലെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചില്ലേ അതുപോലെ തന്നെ ഇന്നലെയല്ല മിനിഞ്ഞാണ് ചപ്പാത്തിക്ക് മാവ് കുഴച്ചില്ലേ അതേ ഇതുപോലെ തന്നെയാണ് ഇതിനകത്ത് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ പൂരി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് കുറച്ച് വന്നത് ഒരു 4 ചപ്പാത്തി കാണും. 4 എണ്ണേ ഉള്ളൂ. 4 ചപ്പാത്തി ഞാനിത് എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് 4 അല്ലാട്ടോ, നമുക്ക് ഇതിൽ കൂടുതൽ എത്ര വേണേലും സൂക്ഷിക്കാം. ഞാൻ ഇന്നാളൊരു ദിവസം എത്രയായിരുന്നു, ഒരു 19 ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അന്ന് എനിക്ക് കാലിനൊരു ചെറിയ പ്രശ്നമായിട്ടൊരു സമയത്തായിരുന്നു. ഇപ്പോൾ ഇവിടെ അച്ചു തന്നെ കിടന്ന് നമ്മൾ കഷ്ടപ്പെടണല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെച്ച സമയം എടുത്തത് ഒരു 50 ചപ്പാത്തിയോളം ഞാൻ ഉണ്ടാക്കി വെച്ച് ഇതുപോലെ തന്നെ സെറ്റാക്കി വെച്ച് കേട്ടോ. ഞങ്ങൾ കുറേ ദിവസം എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. അന്ന് നമ്മൾ മാവ് കുഴച്ച് പരത്തി ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലപോലെ പുള്ളി വരികയും എല്ലാം ചെയ്തു കേട്ടോ. അപ്പം ഞാനിത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ദോശക്കല്ലോ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഏതിനകത്തായാലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കല്ലൊന്ന് ചൂടാകട്ടെ.
ചപ്പാത്തി ഞാൻ ഇതിലിട്ടിട്ട് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമ്മൾ എടുക്കണം. ഒത്തിരി വേകാനായിട്ട് നിൽക്കില്ല. ഇതിൻ്റെ കളർ മാറി വരും, നമുക്ക് കാണാൻ പറ്റും. അതനുസരിച്ച് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ഇങ്ങനെ എടുക്കണം. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ആ പച്ചപ്പൊന്ന് മാറിയാൽ മാത്രം മതി, അല്ലാതെ വെന്തിതാകരുത്. ഇത് കണ്ടോ, അതിൻ്റെ പച്ചപ്പ് മാറി. എന്നിട്ട് ഇതുപോലെ ന്യൂസ് പേപ്പറിലിട്ടിടുക. ഈ ന്യൂസ് പേപ്പറിലിട്ട് ഇട്ടേച്ച് നമ്മളങ്ങ് പോകല്ലോ കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ഒന്ന് ഇട്ട് കൊടുക്കണം. കാര്യം എന്നാന്ന് വെച്ചാൽ ചൂടായതുകൊണ്ട് ഇതെല്ലാം ആവി തട്ടുമ്പോഴത്തേക്ക് ഈ പേപ്പർ അങ്ങ് നനയും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ മാറ്റിയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ കിടന്നു വെച്ചാൽ അടുത്തത് എടുക്കുമ്പോഴത്തേക്ക് അടുത്തത് മാറ്റിയിട്ട് കൊടുത്താൽ മതി. നല്ലപോലെ ഇത് ചൂടാക്കിയതിന് ശേഷം വേണം. ചൂടാക്കിയിട്ട് പിന്നെ തീ കുറച്ചിട്ടെടുക്കുന്നതായിരിക്കും നല്ല. കാര്യം തീ കൂട്ടിയിട്ടെടുത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോയെങ്കിലോ. ഇതല്ലേ അതിൻ്റെ പച്ചപ്പ് മാറി ഒന്ന് വാടിക്കിട്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കവർ ചപ്പാത്തിയുടെ ആ ഒരു ഇതാണ്. എടുത്തതും അതുപോലെ തന്നെ. ഇതിങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തിട്ടൊന്നേ എടുക്കാൻ പറ്റത്തുള്ളേ. ഒത്തിരി എണ്ണ ഇട്ടെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ചൂട് കുറയുന്നതനുസരിച്ച് ഇച്ചിരി തീ കൂട്ടിയിട്ട് കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചപ്പ് മാറുന്നുണ്ട്. ഇവിടത്തേക്ക് കളർ മാറുന്നുണ്ടോ? അതിൻ്റെ ഇവിടത്തെയും കൂടെ ഇപ്പം മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വാടിയെടുക്കത്തേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ. ഇത് കണ്ടോ, ഈ പച്ചപ്പങ്ങ് മാറുന്ന ഇപ്പം കാണാവേ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാന്നുള്ളത്. ഇതേണ്ടേ, ഇതിങ്ങനെ ആവി പറ്റുന്നത് മാത്രമേ നമ്മൾ നീക്കിയും തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഫാനിൻ്റെ അങ്ങോട്ടിട്ട് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഇതിന് നല്ലപോലെ തണുക്കണം, ചൂട് ശരിക്കും പോകണം. കേട്ടോ, പേപ്പറിന് ചെറിയൊരു നനവ് വരുന്നില്ല. നമ്മൾ മാറ്റി ഇട്ട് കൊടുത്തില്ലെങ്കിൽ പേപ്പറെ ഈർപ്പം തട്ടും. ഇത് ശരിക്കും തണുക്കട്ടെ. ഇപ്പം ഇത് നല്ലപോലെ തണുത്ത് കേട്ടോ, നല്ലപോലെ തണുത്തു. ഇത് കണ്ടോ, തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ഇത് കണ്ടോ, വലിയ കട്ടിയുള്ള ചപ്പാത്തി ഇട്ടൊന്നും എടുക്കേണ്ടത്. ഇത് ഇങ്ങനെ തന്നെ ഇടുന്നുള്ളൂ. ഇനിയാണ് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത്. ഇതുപോലൊരു കവർ എടുക്കാം. നമുക്ക് ഈ ലൂസ് ഗോതമ്പ് പൊടി ഒക്കെ മേടിക്കത്തില്ലേ, കടയിൽ നിന്ന് മേടിക്കത്തില്ലേ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന കവറാണിത്. ഇനി ഈ കവർ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല അടപ്പ് മുറുക്കമുള്ള പ്ലാസ്റ്റിക് ടിന്നോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ വട്ടപാത്രം വലുത്. നമുക്ക് ഈ ചപ്പാത്തി ചുരുട്ടി വെക്കരുത്, ഇങ്ങനെ തന്നെ വെക്കണം. അങ്ങനെയുള്ളതാണ് നല്ലത്. ഞാനിപ്പോൾ ഈ കവർ നല്ലപോലെ രാവിലെ ഗോതമ്പ് പൊടി കൊണ്ടുവന്നതിൻ്റെ പേപ്പറാണ്. രാവിലെ അല്ല, ഇന്നലെ കൊണ്ടുവന്നതാണ്. അപ്പോൾ കവർ ഞാനത് മാറ്റി വെച്ചതാണ്. അപ്പം ആ കവറാണിത്. ആ കവറിനകത്തേക്ക് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒന്നിച്ച് അടുക്കി ഓരോന്നായിട്ട് വെക്കുന്നു, ഒന്നിച്ച് വെക്കുക, എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ചപ്പാത്തി ഇരിക്കുന്നുണ്ടോ. എന്നിട്ട് ഈ സൈഡും ഇങ്ങനെ മടക്കി ഈ സൈഡും മടക്കണം. ഇവിടെ ചപ്പാത്തി ചുളുങ്ങരുത്, ചുളുങ്ങാതെ വേണം മടക്കാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് ഉള്ളതുകൊണ്ടാണ്. ഒത്തിരി ചപ്പാത്തി നമ്മൾ വെക്കാമെങ്കിൽ ചപ്പാത്തി ഒട്ടും ചുളുങ്ങത്തില്ല, ഒരു കട്ടി കിട്ടും. ഇത് കണ്ടോ, ഇത്രയും സംഭവമുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെങ്കിൽ ഉണ്ടല്ലോ, എത്ര നാൾ വേണേലും ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഇനി ഇത് ഞാൻ ഉണ്ടാക്കുമ്പം കാണിച്ചു തരാം ഈ ചപ്പാത്തിയെ. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഫ്രിഡ്ജിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി.